ഇന്നൊരു ക്രീമി വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഞാനൊരു കുക്കറാണ് വെച്ചിരിക്കുന്നത്. പാത്രം നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ നന്നായി മെൽറ്റായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറും മൈദയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെയായിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതുപോലെ കട്ട പിടിക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. 3 കപ്പ് പാലും ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. പാലെടുത്ത ആ കപ്പിൽ തന്നെ അതേ അളവിൽ തന്നെ വേണം വെള്ളവും ചേർത്ത് കൊടുക്കാൻ. മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഈ പാലിലേക്ക് പാലെടുത്ത ആ കപ്പിൽ തന്നെ 3 കപ്പ് പാസ്ത ചേർത്ത് കൊടുക്കാം. 3 കപ്പ് പാസ്ത പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കൂടെ ഇളക്കി കൊടുക്കണം. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ പാസ്ത പാലിൽ കിടന്ന് നന്നായിട്ട് വേവണം. കുറച്ച് സമയമെടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാസ്ത കുറച്ചുകൂടി വേവാനുള്ളത് കൊണ്ട് ഞാൻ 1 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. പാലോ വെള്ളമോ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാസ്തയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.